ഫുട്ബോൾ പലർക്കും ആശ്വാസവും അതിജീവനവുമാണ്. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശം വാനോളം ഉയരുമ്പോൾ കാസർഗോഡ് പടന്ന ചൊക്കിക്കണ്ടത്തെ ശശിധരൻ വീട്ടിലെ കട്ടിലിരുന്നാണ് കളി കാണുന്നത്. പഴയകാല ഫുട്ബോൾ താരം കൂടിയായ ശശിധരൻ തെങ്ങുകയറ്റത്തിനിടെ വീണ് നട്ടലിന് പരിക്കേറ്റ് കിടപ്പിലാണ്. അരയ്ക്ക് താഴെ ചലനശേഷി ഇല്ലെങ്കിലും ഫുട്ബോൾ ആവേശത്തിൽ യാതൊരു തളർച്ചയുമില്ല. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോകകപ്പ് മത്സരങ്ങളുടെ ആവേശക്കാഴ്ചകൾക്ക് ലോകത്തോടൊപ്പം കാത്തിരിക്കുകയാണ് കാസർഗോഡ് പടന്ന ചൊക്കിക്കണ്ടത്തെ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന ശശിധരൻ. തെങ്ങിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. നാട്ടിലെ പഴയകാല ഫുട്ബോൾ താരം കൂടിയായ ശശിധരന് മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ വിട്ട് മറ്റ് ആഘോഷങ്ങളില്ല. ഒരു കാലത്ത് നാടാകെ അലഞ്ഞ് ലോകകപ്പ് ആവേശത്തെ നെഞ്ചേറ്റിയ ശശിധരൻ അന്നും ഇന്നും കടുത്ത ജർമ്മൻ ആരാധകനാണ്. ലോകകപ്പ് മത്സരങ്ങളുടെ പുതിയ സീസണെ വരവേൽക്കാൻ വീട്ടിലെ ടിവിയുടെ മുന്നിൽ തയ്യാറായി ഇരിപ്പാണ് ശശിധരൻ. ജർമ്മനി ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ അതൊരു ആക്രമണ ഫുട്ബോളാണ്. ഒരു നിരന്തരമായി ആഞ്ഞടിക്കുന്ന ആ രീതിയിൽ റൂഡി ബോളറൊക്കെ കളിക്കുന്ന കാലത്ത് ഞാൻ ഇഷ്ടപ്പെട്ടു പോയതാണ്. ഒരു പോരാട്ടത്തിന് തന്നെയാണ്. കാരണം കപ്പ് നേടുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. മാത്രമല്ല ഇതിൻ്റെ മുസിയാല, ജിഷ കിമ്മിച്ച്, അവർസൻ, വിർസ് തുടങ്ങിയ യുവതാരങ്ങളെ തന്നെയാണ് കോച്ച് അണിനിരത്തിയിട്ടുള്ളത്. അത് പ്രത്യേകത വെച്ചാൽ എന്തായാലും ഈ കപ്പ് കൊണ്ടുപോകണമെന്നില്ല ഒരു വാശിയോടെ തന്നെയാണ് ജർമ്മനി. അത് തന്നെയാണ് അവരെ എന്താ പറയുക, അവരൊരു രീതി അത് തന്നെയാണ് പോരാട്ടം. 2010 ഡിസംബർ 8 തൊഴിലിനിടയിൽ തെങ്ങിൽ നിന്ന് വീണ നട്ടലിന് ഗുരുതര പരിക്കേറ്റ് ശശിധരൻ കിടപ്പിലായത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായെങ്കിലും അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടമായി. പക്ഷേ തന്റെ ഫുട്ബോൾ ആവേശവും വായനയും ഒന്നും അവസാനിപ്പിക്കാൻ ശശിധരൻ എന്ന സാധാരണക്കാരൻ തയ്യാറായില്ല. കൂട്ടുകാർ സമ്മാനിച്ച ടിവിയിൽ ആവേശത്തോടെ മുഴുവൻ സമയം ഫുട്ബോൾ കളി കണ്ടു. പുസ്തകങ്ങൾ വായിച്ചു, കവിതകൾ എഴുതി. അതായത് ചെറുപ്പകാലം മുതലേ ഫുട്ബോൾ ഇഷ്ടമാണ്. പന്ത് തട്ടുന്നുണ്ട്. ടി വിയിലൊക്കെ വരുമ്പോൾ ഞാൻ ലോകകപ്പ് വരുമ്പോൾ കാണാറുണ്ട്. തുടർച്ചയായിട്ട് പിന്നീട് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് വീഴ്ച പറ്റിയതിന് ശേഷവും ഞാൻ ലോകകപ്പ് ഒഴിവാക്കിയിട്ടില്ല. എല്ലാ കളിയും കാണും. ഉറക്കമൊഴിച്ചിട്ട് വരെ കളി കണ്ടിട്ടുണ്ട്. അത് നാട്ടിൽ നിന്നായാലും നാടിന് പുറത്തുള്ള നാടുകളായാലും ക്ലബ്ബുകളിൽ നിന്ന് കണ്ടിട്ടുണ്ട്, വീടുകളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് 2021 ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ കഥാരചനാ മത്സരത്തിൽ കഥയ്ക്ക് 1ാം സ്ഥാനം നേടി. എഴുത്തുകാരുടെ ഡയറക്ടറിയിലും ഇടം കിട്ടിയിട്ടുണ്ട്. ഭാര്യ ലീലയും ബിരുദാനന്തര ബിരുദധാരിയായ ഏകമകൾ ശശികലയും ശശിധരന്റെ കളിയാസ്വാദനത്തിന് മുഴുവൻ സമയ പിന്തുണയും നൽകുന്നുണ്ട്. ഇരമ്പിയാർക്കും തിരമാലകൾ പോലെ, ഇടനെഞ്ചു പിടയും ഇടിനാദങ്ങൾ പോലെ, ഇനിയും ഒരംഗത്തിന് ബാല്യവുമായി, ഇനിയും ഒരംഗത്തിനു വീര്യവുമായി, പടക്കുതിരകളായി പോരിനിറങ്ങിയ പഴയ കാലം ഇനിയും പിറക്കും, പകരക്കാരനില്ലാത്ത പോരാളിയായി പുതുകാലം ഇനിയും രചിക്കും.